CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി A.V. റസൽ അന്തരിച്ചു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, വല്ലാത്ത ദുഃഖകരമായ വാർത്ത. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടറി ആയത്. അർബുദബാധയുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, അല്പസമയം മുമ്പാണ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് ഈ ഒരു മരണം, A.V. റസലിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അർബുദ രോഗബാധയുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. ഒരു ശസ്ത്രക്രിയയ്ക്കും വിധേയനായി. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും അല്പസമയം മുമ്പ് മരണം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. രണ്ടാം തവണയാണ് അദ്ദേഹം ഈ ജില്ലാ സെക്രട്ടറിയായി ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. മുൻപ് സെക്രട്ടറി ആയിരുന്ന VN വാസവൻ നിയമസഭാംഗമാവുകയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയ സാഹചര്യത്തിലാണ് താൽക്കാലിക ചുമതലയേറ്റ് അദ്ദേഹം സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹത്തെ 2022 നടന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ച് മുഴുവൻ സമയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അദ്ദേഹം അംഗമാണ്. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും കോട്ടയത്തെ CPMനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPMന് വലിയ മധ്യ കേരളത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തിയ ഒരു വ്യക്തിയാണ്. കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിലടക്കം നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് A.V. റസലിന്റെ വിയോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൃതദേഹം അപ്പോളോ ആശുപത്രി ചെന്നൈയിൽ നിന്ന് ഉടൻ തന്നെ കോട്ടയത്തേക്ക് കൊണ്ടുവരും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ പൊതുദർശനം അടക്കം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ടോബി, പാർട്ടിക്ക് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്ക് അനഭിമതനായിരുന്നു. അദ്ദേഹത്തെ ഏകകണ്ഠീയമായാണ് ഏകകണ്ഠേനയാണ് വീണ്ടും തെരഞ്ഞെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ദുഃഖകരമായ വാർത്തയാണ്. അതുമാത്രമല്ല, അല്പ ദിവസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പാർട്ടിക്ക് അതൊരു വല്ലാത്ത ക്ഷീണവുമാകുന്നു. അദ്ദേഹം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലും സംഘടനാ പാഠവും ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? സ്മിത, തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് നേതാക്കളെ കൂട്ടല്ല, പാർട്ടി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് പാർട്ടിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെ ഒരു കറതീർന്ന CPM കാരനായി നിന്ന് ജീവിച്ച, അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. മറ്റ് രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് പോലെയല്ല. അദ്ദേഹം എപ്പോഴും പാർട്ടിക്ക് അതീതനായി പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടി നിലപാടുകളിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പാർട്ടിക്കാർക്കിടയിൽ, അല്ലെങ്കിൽ CPM പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതും. ചങ്ങനാശ്ശേരിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റാണ്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 2005 വരെ കാലഘട്ടത്തിൽ അവിടുന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ പ്രവർത്തന മേഖല വിപുലമാക്കി ആളുകൾക്കിടയിലും അതുപോലെ തന്നെ പ്രവർത്തകർക്കിടയിലും വലിയ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു VN വാസവൻ നിയമസഭാംഗമായി മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിൽ പാർട്ടിക്ക് CPMന് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അത് A.V. റസലിനെ തന്നെ ഏൽപ്പിക്കാമെന്ന് പാർട്ടി തീരുമാനിച്ചതും തുടർന്ന് ആ താൽക്കാലിക ചുമതല സ്ഥിരമാക്കി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇത്തവണത്തെ ജില്ലാ സമ്മേളനത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റ് എതിർപ്പുകളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് ഏകപക്ഷീയമായി അദ്ദേഹത്തിന് തന്നെ ഒരു അവസരം കൂടി നൽകാൻ പാർട്ടി തീരുമാനിച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ തന്നെയായിരുന്നു. എന്തായാലും വിപുലമായിട്ടുള്ള ഒരു യാത്രയപ്പ് തന്നെ നടത്താനാണ് പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് തീരുമാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും DC ഓഫീസിൽ പൊതുദർശനം അടക്കം ഉണ്ടാകുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ബാക്കിയുള്ള ചടങ്ങുകളുടെയൊക്കെ തീരുമാനങ്ങൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മിത, ടോബി, അദ്ദേഹത്തിന്റെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. തീർച്ചയായും ആ വിവരങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ യുവജന നേതാവായിരിക്കും 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. അങ്ങനെ നിരവധി തവണ പാർട്ടിക്ക് നെടുംതൂണായി നിന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ഓർത്തെടുക്കാം ടോബി?
പ്രവിധ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നത് കേരള കോൺഗ്രസിന്റെ LDFിലേക്കുള്ള ഒരു മടങ്ങി വരവായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് VN വാസവനാണെങ്കിലും അതിനുശേഷം കേരള കോൺഗ്രസിനേക്ക് ഒരുമിച്ച് കൊണ്ട് പോകുന്നതിൽ ജില്ലയിലെ മുന്നണിക്ക്, അതായത് LDF സംവിധാനത്തിനും ഒരു കെട്ടുറപ്പുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൊക്കെ വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച വ്യക്തിയാണ്. നമുക്കറിയാവുന്നതുപോലെ സാധാരണ ഈ കേരള കോൺഗ്രസുകൾക്ക് CPM-ഉമായിട്ടൊക്കെ ചേർന്ന് പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ടെങ്കിൽ പോലും താഴെത്തട്ടിലുള്ള അണികൾക്ക് പോലും പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ നേതാക്കൾക്കിടയിൽ, അതായത് ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും CPI-യുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിലൊരു നെടുന്തൂണായി നിന്ന വ്യക്തിയാണ് AV റസൽ എന്ന് പറയുമ്പോൾ അതൊരു മുന്നണി സംവിധാനത്തിനും കേരളത്തിലെ മധ്യ കേരളത്തിൽ CPM അടക്കമുള്ള LDFിനും ഒക്കെ ഒരു കരുത്തു പകരുന്നതിൽ നിർണായക സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയാണ് AV റസൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചങ്ങനാശ്ശേരി പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ സഭകളുമായും NSSുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാടാണ്. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന മറ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അത് തന്നെയാണ്. പാർട്ടിയെ മുറുകെ പിടിച്ച് പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിക്കാരനായി തന്നെ അടിയുറച്ചു നിന്ന ഒരു വ്യക്തിയാണ്. ഈ അസുഖബാധിതനായിരിക്കുമ്പോഴാണ് ഈ ജില്ലാ സമ്മേളനമൊക്കെ നടന്നത്. അന്നും നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. നമ്മൾ അവിടെ ജില്ലാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയപ്പോൾ ഒരു മാസ്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തത്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞ നിലപാടുകൾ പല വിഷയങ്ങളിലും, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ, പൊതുസമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു AV റസൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം CPM-ന് വലിയൊരു വിടവ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ, അതായത് സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഉടൻ തന്നെ അതൊക്കെ അറിയിക്കുമെന്നാണ് DC-യിൽ നിന്നും നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഉടൻ തന്നെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുവന്ന് കോട്ടയത്തെ പൊതുദർശനത്തിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രവിധ, ടോബി, AV റസലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം CPM-ന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. അങ്ങനെ വേണം അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ. പ്രത്യേകിച്ച് കോട്ടയത്തെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനാകില്ല. പ്രത്യേകിച്ച് പാർട്ടിയിൽ പലപ്പോഴായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിന്റെ ആ സൗമ്യ മുഖം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സൗമ്യമായ ഇടപെടൽ കൊണ്ടൊക്കെ പലതവണ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആ തരത്തിലല്ലേ ഓർക്കാൻ സാധിക്കൂ ടോബി? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സൗമ്യമായിട്ടുള്ള ഇടപെടൽ മാത്രമല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ലളിത ജീവിതം നയിച്ച ഒരു വ്യക്തിയാണെന്ന് കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. അതായത് ഒരു സാധാരണക്കാരനെ പോലെ വേഷം ധരിച്ച് ആളുകൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ്. സാധാരണ നമ്മൾ നേതാക്കന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ കാറിൽ വന്നിറങ്ങി തേച്ച കുപ്പായമൊക്കെ ഇട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ട് പോലും സാധാരണക്കാരനായ രീതിയിൽ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നടക്കുന്ന, പ്രവർത്തകർക്കൊപ്പം ഇറങ്ങി നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെയാണ് നമുക്ക് AV റസലിനെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. കഴിഞ്ഞ സമ്മേളനങ്ങളിൽ പാമ്പാടിയിൽ നടന്ന CPM ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോഴും അതേ ഒരു സാധാരണക്കാരനോട് സംസാരിക്കുന്ന പോലെ ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള, അദ്ദേഹത്തോട് എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. പാർട്ടി ചട്ടക്കൂടുകളിൽ നിൽക്കുമ്പോൾ പോലും സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരിൽ ഒരാളായി മാറാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർട്ടിയെ ഈ കോട്ടയം ജില്ലയിൽ ഒരുമിച്ച് നിർത്തുന്നത്, അതായത് മറ്റ് പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊന്നും പുറത്തേക്ക് പോകാതെ പാർട്ടിക്കുള്ളിൽ തന്നെ അത് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുന്ന ഒരു നിലപാടുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഈ സമ്മേളന കാലയളവിലൊക്കെ നമ്മൾ കണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ ചില പൊട്ടിത്തെറികളൊക്കെ കഴിഞ്ഞ സമ്മേളന കാലയളവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്റേതായിട്ടുള്ള രീതിയിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജില്ലാ സമ്മേളനത്തിലേക്ക് പോകുന്ന, കോട്ടയത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജില്ലാ സമ്മേളനത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ ജില്ലാ സമ്മേളനം നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ജില്ലയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഒരു ആള്, ഒരു സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പാഠവും കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവിധ, അതുതന്നെയാണ് ടോബി. ഒരു സാധാരണക്കാരനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത